ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഒരു മിനി മൂവിയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്നാൽ നമുക്ക് മൂവിയിലേക്ക് ടൈം കടന്നാലും മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോ വന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് ഹീറോയിൻ പറയും, നിങ്ങൾ ആരെങ്കിലും ഒരു ഓന്തിനെ കണ്ടിട്ടുണ്ടോ? ഓതിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ലൈഫിനെ കാണിക്കുക കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഹീറോ വന്നിട്ട് ആ സ്കൂളിൽ ഇവളുടെ ഒരു സീനിയർ പയ്യൻ പോലെയാണ്. അപ്പോൾ അവൻ്റെ അടുത്തിട്ട് ഒരു ജൂനിയർ പെൺകൊച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളിന്ന് ഹഗ് ചെയ്തോട്ടെ. അപ്പോൾ അവനും ചിരിച്ചുകൊണ്ട് പറയണം, ഓക്കെ നീ ഹഗ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കണ്ടിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് അവൾ നടന്നു വരുന്ന സമയത്ത് അവൻ ഏത് ഡ്രസ്സാണോ ഇട്ടിട്ട് ആ പെണ്ണിനെ ഹഗ് ചെയ്തത് അതുപോലെ തന്നെയുള്ള ഒരു ഷർട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുന്നു. അപ്പോൾ ഇവളെ ആലോചിക്കുകയാണ്, ആ പെണ്ണിൻ്റെ മുന്നിൽ ഇവൻ ഇങ്ങനെ അഭിനയിച്ചിട്ട് അവളെ ഹഗ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് വരുന്നത്. എന്നിട്ട് ഹീറോയിൻ മനസ്സിലാക്കാൻ, ഞാൻ മാത്രമാണ് അവന്റെ തനി സ്വരൂപം കണ്ടിട്ടുള്ളത്, ഈ കോളത്തിൽ വേറെ ഒരാൾക്കും ഇതുവരെ അവന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ലെന്നും. ഇനി അവിടുന്ന് സീൻ കട്ടായി പിന്നെ ഒരു സംഭവം അവൾ ആലോചിക്കുകയാണ്. ഒരിക്കൽ വന്നിട്ട് ഇവന്റെ കൂടെ തന്നെ പഠിക്കുന്ന നമ്മുടെ ഹീറോയുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു കാണും, ഇവൻ വന്നിട്ട് ഇവന്റെ പപ്പ വന്നിട്ട് ഒരു ബിസിനസ് മാൻ ആണ് നമ്മുടെ ഹീറോന്റെ. അപ്പൊ അവന്റെ പപ്പ മുഖേന ഒരു കമ്പനിയിൽ ജോലി ശരിയാക്കേണ്ട കാര്യത്തിന് റെസ്യൂം ഒക്കെ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇവനും അതിനിപ്പോൾ എന്താ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ റെസ്യൂം വാങ്ങിച്ചു കാണും. ഈ ചെറുക്കൻ പോയ ഉടനെ അത് അവൻ വലിച്ചെറിഞ്ഞിട്ട് പോയി കാണും. അപ്പോൾ ഇതെല്ലാം ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവളൊരു ഫ്രണ്ട് അവിടെ വന്നിട്ട് പറയാണ്, ഞാൻ ഡ്രാമ ക്ലബ്ബിൽ ചേരാൻ പോവാ, നീയും ഡ്രാമ ക്ലബ്ബിൽ ചേരുന്നോന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആലോചിക്കുകയാണ്, ഹീറോയിൻ ഓൾറെഡി ഒരു ഓൺലൈനിൽ ഒരു നോവൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ഹീറോ ക്യാരക്ടർ അന്വേഷിച്ചാണ് വരുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുവാണ് നമ്മുടെ ഹീറോയിൻ്റെ ക്യാരക്ടറിൽ ഒരു നോവൽ അങ്ങ് എഴുതി കളയാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചിട്ട് ആ ഡ്രാമ ക്ലബ്ബിൽ ചേരാനായിട്ട് അവൾ ഡിസൈഡ് ചെയ്യുവാണ്. അങ്ങനെ അവൾ അന്ന് രാത്രി തൊട്ട് അവളുടെ ആ ഒരു ഓൺലൈൻ നോവൽ എഴുതാനും സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ആ ഡ്രാമ ക്ലബിന്റെ ലീഡർ ആട്ടോ. അപ്പോൾ അവന്റെ കയ്യിൽ പോയിട്ട് പേര് കൊടുക്കുക, വേറെ ഒന്നുമില്ല. അവനെ അടുത്തുനിന്ന് അറിയുവാണെങ്കിൽ അവന്റെ ക്യാരക്ടർ കുറച്ചും കൂടി നിരീക്ഷിച്ച് അതിന് ഓരോ ടിപ്സ് എടുത്തിട്ട് അവളുടെ നോവലിൽ എഴുതാലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആ പേര് കൊടുക്കാൻ പോകുമ്പോൾ ഇവളെ നോക്കി വെച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ മനസ്സേ ആലോചിക്കണം, ഓ പിന്നെയും ആ ചിരി, എന്നെ ഒന്നും നീ ഫൂളാക്കാൻ പറ്റുന്നത് നീ മനസ്സേ പോലും വിചാരിക്കേണ്ടെന്ന് അവൾ മനസ്സേ വിചാരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ ആ ഒരു ഓൺലൈൻ നോവൽ വന്ന് ഇവനെ ഓരോന്നും ഇങ്ങനെ നിരീക്ഷിച്ച് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം വന്നിട്ട് ഇവർക്കൊരു ഡ്രാമ ക്ലബ്ബിൽ എന്തോ ഒരു കാര്യം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവളിങ്ങനെ അവനെ നിരീക്ഷിച്ച് തന്നെ അവിടെ നിന്നുകൊണ്ടിരിക്കും. ബാക്കി എല്ലാവരും അവരുടെ കാര്യം കഴിഞ്ഞ് പോയി. അപ്പോൾ ഇവൻ പോവാത്തതുകൊണ്ട് ഇവളവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവൻ്റെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അവൻ അവളുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നിട്ട് അവളുടെ അടുത്ത് കൈയൊക്കെ വെച്ചിട്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായി കാണും, നീ എന്തിനാ സത്യം പറഞ്ഞാൽ എന്നെ നോട്ടീസ് ചെയ്തത്? ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അപ്പോഴെല്ലാതും നീ എന്നെ നോട്ടീസ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടു, നിന്റെ ഉദ്ദേശം എന്തുവാന്ന് അവളോട് ചോദിക്കാം. അപ്പോൾ അവൾ റിയൽ ആയിട്ടുള്ള ഉദ്ദേശം പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവളൊരു ചെറിയൊരു കള്ളം പറയും കേട്ടോ. അവൾക്ക് വന്നിട്ട് അവനെ ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ ഇവനിത് കേട്ട് ഷോക്കായി നിൽക്കുന്ന സമയത്ത് അതുകൂടെ പാസ് ചെയ്യുന്നൊരു പയ്യൻ ഇവരിങ്ങനെ ക്ലോസ് ആയി നിൽക്കുമല്ലേ. അപ്പോൾ അത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പിറ്റേന്നാണെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിലെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. പിറ്റേന്ന് ഇവൾ സ്കൂളിൽ വരുന്ന സമയത്ത് എല്ലാവരും ഇവളെ കണ്ടിട്ട് ഇങ്ങനെ ഓരോരോ കുശുകുശുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇവളത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നു ഇവരിങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്ന ഫോട്ടോ വന്ന് ആ കോളേജിൽ മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കണം, ഓക്കെ ഇതൊരു ചാൻസ് ആയി എടുത്തിട്ട് അവൻ്റെ അടുത്ത് പറ്റാവുന്നതും ക്ലോസ് ആവാൻ നോക്കാമെന്നും പറഞ്ഞിട്ട് അവൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അവന് കൊണ്ടു കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ചൂടല്ല, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിക്കുന്നൊക്കെ ഉള്ള പോലെ അവൻ്റെ അടുത്ത് സ്നേഹത്തെ നിൽക്കുന്ന പോലെ അവൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുക. അതുപോലെ അവൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവന് ചിയറപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇവർ ഈ ഡ്രാമയുടെ ക്ലബ്ബിൽ ആ മീറ്റിംഗ് ഒക്കെ നടക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് ഒക്കെ നടത്തുമ്പോൾ അവളുടെ അടുത്ത് ക്ലോസ് ആയി വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇവരിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയും, എനിക്ക് വന്നിട്ട് ഇച്ചിരി തിരക്കുണ്ടെന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള പിള്ളേരെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ കോളേജിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് കപ്പിൾസ് ആണെന്നാണ്. എന്നിട്ടാണെങ്കിൽ അവിടുത്തെ പിള്ളേരെല്ലാം പോയി കഴിയുന്ന സമയത്ത് അവൻ ഒന്നും കൂടി ചോദിക്കും, സത്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇനി എന്തിനാ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന്. അപ്പം ഇതെല്ലാം വന്ന് സത്യം പറഞ്ഞാൽ അവൾ എല്ലാ ദിവസവും രാത്രിയും അവളുടെ ഓൺലൈൻ നോവലിൽ വന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം വരുവാണ്. ആ ഒരു ദിവസം വന്നിട്ട് ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിങ്ങനെ കുറേ വട്ടമല്ലോ ഇങ്ങനെ ഇഷ്ടം എന്ന് പറയുന്നതെന്ന് എന്നിട്ട് അവൻ്റെ ഒരു കളി അങ്ങ് തുടങ്ങുക. അവൻ അങ്ങനെ ഒരു ദിവസം അവളിങ്ങനെ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരിക. അപ്പോൾ അവളാണെങ്കിൽ ജൂനിയർ അവൻ്റെ കേട്ടോ. അപ്പോൾ അവിടെയുള്ള പിള്ളേരെല്ലാം ചോദിക്കണേ,
എന്ത് പറ്റി ഇത്ര ഹാൻസം ആയിട്ടുള്ള സീനിയർ നമ്മുടെ ക്ലാസ്സിൽ വന്നേക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവനാണെങ്കിലും അടുത്ത് വന്ന് പറയുകയാണ്, നീ കുറേ കാലമായില്ലേ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറയുന്നത്, ഞാനിതുവരെ നിനക്കൊരു ആൻസർ തന്നില്ലോ, അതുകൊണ്ട് ശരി ഇപ്പം ഞാൻ പറയാം, എനിക്ക് നിന്നെ പ്രേമിക്കാൻ ഞാൻ റെഡിയാണ്, നമുക്ക് പ്രേമിക്കാന്നുള്ള രീതിക്ക് പറയാം കേട്ടോ. ആ സമയത്താണെങ്കിൽ ഇവൻ നോക്കുമ്പോഴാണെങ്കിൽ ഉള്ള കാലൊക്കെ കിടന്ന് വിറയ്ക്കുന്ന, അവളാണെങ്കിൽ അത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തരുവാണ്. പിന്നെ അവരങ്ങനെ ഡേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവൾക്ക് ആക്ച്വലി ഇവനെ ഇഷ്ടമൊന്നുമില്ല. അവളുടെ ഒരു ഓൺലൈൻ നോവലിന് വേണ്ടിയിട്ട് ഇവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു യൂസ് ചെയ്യുന്ന രീതി അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവള് തോളത്തൊക്കെ ഇടുമ്പോൾ ഇവൾക്കത് ഇഷ്ടപ്പെടത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവളെല്ലാം ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്. അവൾ ഇതിന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരിക. അന്ന് രാത്രി അവളിതുപോലെ ഓൺലൈൻ നോവലിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവളുടെ മറ്റേ ഫാൻസ് ഉണ്ടല്ലോ, അവരെ കമൻസ് ഒക്കെ വരിക, ഈ ഹീറോയിൻ എന്താ ഇങ്ങനെ ഒരു കോവേഡായിരിക്കുന്നത്, അവൻ്റെ അടുത്ത് യെസ് അല്ലെങ്കിൽ അവനെ പോയിട്ട് അവൻ്റെ അടുത്തോട്ട് ഒരു ഫസ്റ്റ് മൂവ് എന്താ ഹീറോയിൻ നടത്താത്തതെന്നുള്ള രീതിക്ക് കമൻറ്റ് വരിക. അപ്പോൾ അവൾ വിചാരിക്കും ഞാൻ അങ്ങനെ ഒരു കോവേഡായിരിക്കാൻ ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ട് അവൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക, അതുപോലെ അവന് ഷൂ എല്ലാം തുടച്ചു കൊടുക്കുക, അവന് ടിഷ്യൂ വെച്ച് മുഖമൊക്കെ വൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും, നീ എന്തൊരു ലക്കിയെന്ന് പറയുന്നത്, എൻ്റെ ഗേൾ ഫ്രണ്ട് നോക്കുന്നതിൻ്റെ എല്ലാ കാര്യവും എന്ത് രസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് കാര്യം പറയാം, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ പിറന്നാളാണ്, മനസ്സിലായോ, അപ്പോൾ നീ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് വേണ്ടി വെക്കാതിരിക്കത്തില്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോരോട്ടെ. ഇവൾക്കാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറിഞ്ഞൂടാ, അവളാകെ എന്തോ വേണമെന്നറിയാതെ അവിടെ നിൽക്കുവാണ്. ഇതിന് പിറ്റേന്ന് കാണിക്കുവാണ് അവനൊരു കോള് വന്നിട്ട് അവൻ മാറി ഇന്ന് സംസാരിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ സംസാരിക്കുന്നത് ഇവൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നത്, നാളെ വന്നിട്ട് നിൻ്റെ ബ്രദർ വന്ന് അബ്രോഡിൽ നിന്ന് വരും, ആ സമയത്ത് നീ അവൻ്റെ എല്ലാ കാര്യവും ടേക്ക് കെയർ ചെയ്യണം, അവൻ്റെ ഡയറ്റ് നോക്കിക്കോണം, അവനൊരു കുറവും വരുത്തരുത്, അവൻ്റെ പറ്റിയുള്ള എല്ലാ കാര്യവും നോക്കിക്കോണം എന്ന് പറയണം. ആക്ച്വലി അവൻ്റെ അമ്മയ്ക്ക് ഇവൻ്റെ അടുത്ത് ഹീറോയിൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, ഹീറോയിൻ്റെ ബ്രദറിൻ്റെ അടുത്താണ് എല്ലാ സ്നേഹവും ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അല്ലയോ, അപ്പോൾ ഒരു പക്ഷെ അവൻ ഇത്രയും ബാഡാണെങ്കിൽ കൂടി അവനും വേറൊരു മുഖം ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അവൾക്കാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, റെഡിയാക്കാനൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും അവളുടെ അമ്മ അവൾക്ക് എന്താണോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആ സെയിം ഗിഫ്റ്റ് വന്നിട്ട് ഇവനെ ഗിഫ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ഇവൻ വരുമ്പോഴാണ് ചോദിക്കുക, എത്ര നേരമായി ഞാൻ വെയിറ്റ്, ഇതാണ് ലോങ്ങിറ്റിവിറ്റി നൂഡിൽസ്, ഇത് പൊട്ടിക്കാതെ വേണം കഴിക്കാൻ, മീൻസ് നൂഡിൽസ് പൊട്ടിക്കാതെ വേണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ഇവൻ അത് എടുക്കുന്ന സമയത്ത് അത് പൊട്ടിക്കാൻ പോകട്ടെ. അപ്പോൾ അവള് ഇത് പൊട്ടിക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പാത്രം വേഗം മാറ്റി വെച്ചിട്ട് അവനെല്ലാം കൊടുക്കുക കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒരു സ്മൈൽ ചെയ്യുക. അപ്പോൾ അവൾ പറയണം, ആദ്യമായിട്ടാണ് നീ ഇത്രയും റിയൽ ആയിട്ട് ചിരിക്കുന്നത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ കോളേജിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചും അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ്ങും കൂടി വന്ന് ഇവനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുക, അതുപോലെ തന്നെ കുറേ വഴക്ക് പറയുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, നീ എന്തൊരു ഫ്രണ്ടാ, നീ മുന്നിലെ മുഖത്ത് ഒരു സ്വഭാവം കാണിച്ചിട്ട് പിന്നീന്ന് വേറൊരു സ്വഭാവം കാണിക്കുന്നു പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഉണ്ടായ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവളെങ്ങാണ്ട് കോപ്പി അടിച്ച്, അപ്പോൾ ഇത് വന്നിട്ട് ഇവൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ ചോദിച്ചു കാണും. അപ്പോൾ ഇവന്ന് റിപ്പോർട്ട് ചെയ്യില്ലെന്ന് വാക്ക് കൊടുത്തു കാണും. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്കോളർഷിപ്പ് എക്സാമിൽ ആ പെങ്കൊച്ച് വന്ന് ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവൾ ഫസ്റ്റ് പൊസിഷനിൽ നിന്നെയായിരുന്നു, അപ്പോൾ ഇവൾക്കായിരുന്നു ആ സ്കോളർഷിപ്പ് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പെണ്ണിന് സ്കോളർഷിപ്പ് കൊടുത്തില്ല, അതിൻ്റെ പേരിൽ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് ഇവൾ കോപ്പി അടിച്ച കാര്യം അവിടെ വെച്ചിട്ട് ആൾക്കാരെ മുന്നേ വെച്ച് പറയുന്നില്ല, പക്ഷെ വേറെ രീതിക്കാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നേരെ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, അല്ല നീ ഇപ്പോൾ എന്തോ പറഞ്ഞു വന്ന് എന്താ കാര്യം എന്നുള്ള രീതിക്ക് കുറേ കുത്തി ചോദിക്കുന്ന സമയത്ത് ഈ പെങ്കൊച്ചിൻ്റെ വായന അറിയാതെ വരുവാണ് ഇവൾ കോപ്പി അടിച്ചത് ഇവൻ വന്ന് റിപ്പോർട്ട് ചെയ്തെന്ന്. അപ്പോഴാണ് ഇവൾ ചോദിക്കുന്നത്, ഓ അപ്പം നീ കോപ്പി അടിച്ചത് മറച്ചു വയ്ക്കാൻ എൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യണമല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ആകെ ചമ്മി പോകും മറ്റേ പെണ്ണ് കേട്ടോ. മറ്റേ പെണ്ണ് വേഗം അവിടെ നിന്ന് മുങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനും കൂടി ഹീറോയിൻ പുറത്തു നിന്ന് ചോദിക്കണം, നിനക്ക് എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നിനക്ക് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ പറയാണ്, ഞാനൊന്നും അത് റിപ്പോർട്ട് ചെയ്തേ, ആക്ച്വലി സത്യം പറഞ്ഞാൽ മറ്റേ പെണ്ണ് ബിറ്റ് പേപ്പർ വെച്ചിട്ട് കോപ്പി അടിച്ചില്ലേ, അത് വന്നിട്ട് ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയ പെണ്ണ് കണ്ടായിരുന്നു, അവളാണ് റിപ്പോർട്ട് ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യത്തില്ലേ, മാർക്ക് ലിസ്റ്റ്, അപ്പോൾ അത് പബ്ലിഷ് ചെയ്തപ്പോൾ സെക്കൻഡ് പൊസിഷനിലായിരുന്നു മറ്റേ പെണ്ണ്. അപ്പോൾ മറ്റേ പെണ്ണിനായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഇവള് ബിറ്റ് പേപ്പർ വെച്ചുകൊണ്ട് മാത്രമാണ് ഇവൾക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവൾ പോകുന്ന വഴിക്ക് ഇവളിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പെണ്ണിനായിരുന്നു സ്കോളർഷിപ്പ് കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴാണ് മറ്റേ ശരിക്കും സ്കോളർഷിപ്പ് ഇപ്പോൾ കിട്ടിയ പെണ്ണ്, കറൻ്റ് കിട്ടിയ പെണ്ണ്, കോപ്പി അടിക്കാത്ത പെണ്ണ് നേരെ ചെന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് റിപ്പോർട്ട് കൊടുത്തതും ഫസ്റ്റ് കിട്ടിയിട്ടുള്ള മറ്റേ പെണ്ണില്ല, കോപ്പി അടിച്ച പെണ്ണ്, അവളുടെ ആ ഒരു സ്കോളർഷിപ്പ് പോയിട്ട് ഈ പെണ്ണിന് റിയൽ ആയിട്ട് കിട്ടേണ്ട പെണ്ണിനെ കിട്ടിയതും അതാണ് ഉണ്ടായെന്ന് പറയുവാണ്.
എന്നിട്ടാണെങ്കിൽ ഇവളിങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തില്ലേ ഹീറോയിന്, അതുകൊണ്ട് തന്നെ അവൾക്കൊരു താങ്ക്സ് എന്നുള്ള രീതിക്ക് ഹീറോ അവളെ ഹഗ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോവുക. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ മേലൊരു പ്രണയമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഹീറോയിൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഹഗ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് റേസപ്പ് ആയിക്കൊണ്ടിരിക്കുക. അവൾക്കും എൻ്റെ മേലൊരു പ്രണയം സ്റ്റാർട്ടായിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ പിറ്റേ ദിവസം കാണിക്കുവാണ് നമ്മുടെ ഹീറോയിനെ അവൻ വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ബ്രദർ ഉണ്ടല്ലോ, ഇപ്പോൾ അബ്രോഡിൽ നിന്ന് വരാമെന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ വന്ന് കാണുന്ന സമയത്ത് ഇവൾ ഭയങ്കര കലിപ്പായിട്ട് നോക്കിയിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിനെയും ഇതെന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഫ്ലാഷ് ബാക്ക് ഉണ്ടായ കാര്യം കാണിക്കുന്നത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ അബ്രോഡ് ആയിരുന്നല്ലോ. അപ്പോൾ അവൻ ഈ ഓൺലൈൻ നോവൽ എങ്ങാണ്ട് ഈ കാര്യത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ഇവന് വായിച്ചപ്പോൾ ഇവൻ്റെ ബ്രദറിൻ്റെ സ്വഭാവം അറിയാതിരിക്കത്തില്ലോ. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞു കൊടുത്തു, നമ്മുടെ ഹീറോയിൻ സത്യം പറഞ്ഞാൽ നിന്നെ പ്രേമിക്കൊന്നുമല്ല, നിന്നെ യൂസ് ചെയ്യുവാണ്, മനസ്സിലായോ, നിന്നെ അവളുടെ ഒരു ഓൺലൈൻ നോവലിൽ ഒരു ഹീറോയുടെ കഥാപാത്രം എഴുതാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് അവൻ അവളെ അങ്ങനെ നോക്കിയിട്ട് പോകുന്നത്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ആ ബ്രദർ പറയുവാണ്, നീ എന്തായാലും കൊള്ളാം, അവനാണെങ്കിൽ ഒരു യൂസ്ലെസ് കണ്ടോ, നീ ഒരു ഓൺലൈൻ നോവൽ എഴുതുന്ന കാര്യം പോലും തിരിച്ചറിയാനുള്ള കഴിവ് അവനില്ലെന്ന് പറയാം. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ ബ്രദറിൻ്റെ സ്വഭാവം ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലവനാണ്. പക്ഷേ ഹീറോയിൻ്റെ ബ്രദർ അങ്ങനെയല്ല, നേരെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ആക്ച്വലി ഹീറോ വന്ന് വളരെ വലിയൊരു കമ്പനിയിലെ CEO ആണ്. പക്ഷെ ഇപ്പൊ ഹീറോയിന്റെ ബ്രദർ വന്നില്ലയോ അബ്രോഡിൽ നിന്ന്. അപ്പൊ അതിന് വന്ന ഉടനെ തന്നെ ഇവനാണെങ്കിൽ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഹീറോയിന്റെ അമ്മയ്ക്ക് വന്നിട്ട് ഹീറോയിന്റെ ബ്രദറിനെ വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു CA പോസ്റ്റിൽ ഇരിക്കാൻ പോകുന്നു നമ്മുടെ ഹീറോയിന്റെ ബ്രദർ. അതുകൊണ്ട് തന്നെ ഇവന്റെ എല്ലാ സാധനങ്ങളും അവൻ വന്ന് കയറിയോണ്ട് തന്നെ അവിടെ നിന്ന് വലിച്ച് പുറത്തിടാൻ പറയുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ നേരെ ചെന്ന് ഹീറോയിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്ത് പരിപാടിയായി കാണിക്കുന്നത്, എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് നിന്നെ കളയുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ പറയണേ, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ല, അവളുടെ ബോഡി നല്ല സൂപ്പറാണല്ലോ പറഞ്ഞിട്ട് അവളുടെ ബോഡിയെ പറ്റി ഭയങ്കര വൃത്തികെട്ട രീതിക്ക് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ അവൻ്റെ കൊക്കിന് കയറി പിടിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൻ നേരെ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ വന്ന് ഹീറോയിൻ്റെ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവൻ കൈയൊക്കെ എടുത്ത് മാറ്റിയെങ്കിൽ അവൻ്റെ കൈ വെച്ച് തന്നെ നമ്മുടെ ഹീറോ ഇവൻ്റെ കഴുത്തിന് ഞെരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. ഇതെല്ലാം കാണുന്ന സമയത്ത് ഹീറോയിൻ്റെ അമ്മയ്ക്ക് വന്ന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയണം, നീ ഇനി ഓഫീസിൽ ഒരു തേങ്ങയും നോക്കണ്ട, മാത്രമല്ല നീ എൻ്റെ അമ്മന്ന് പോലും വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോകാട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് വന്നിട്ട് ഹീറോയിൻ്റെ ബ്രദറിൻ്റെ പ്ലാനാണ്, ഇങ്ങനെ ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് അമ്മയുടെ ദേഷ്യം മൊത്തം നമ്മുടെ ഹീറോയിനെ മേലാക്കാൻ വേണ്ടി ചെയ്തത്. ഇനി അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ വന്നിട്ട് ഹീറോ വരുന്ന വഴിക്ക് തന്നെ വന്ന് നിൽക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ബൊക്കൊക്കെ പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. ആക്ച്വലി നമ്മുടെ ഹീറോയിനെ ഇച്ചിരി കടുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവൻ വന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയണം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് മൊത്തം എൻ്റെ കയ്യിലാണ്, എൻ്റെ ഹീറോയിൻ്റെ കയ്യിൽ 10 പൈസയുടെ പൈസ പോലും ഇല്ല, നീ എൻ്റെ കൂടെ വരുവാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ ആ പൊക്കി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സങ്കടപ്പെട്ട് ഷോക്കായി നിൽക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവളെന്തെങ്കിലും ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദറിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വലിച്ചു ചേർന്നിട്ട് പറയണം, നീയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സാധാ ഒരു വേസ്റ്റ് മാത്രമോ, മനസ്സിലായോ, എനിക്ക് എന്തായാലും ഹീറോയിനെയാണ് കൂടുതൽ ഇഷ്ടം, മാത്രമല്ല ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതെന്നും അവൻ കൊണ്ടുവന്ന സ്പീക്കറിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നേരെ ചെന്ന് നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരു കാര്യം തുറന്നു പറയാണ്, സത്യമാണ് നിൻ്റെ ബ്രദർ പറഞ്ഞതൊക്കെ സത്യകാരം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ നോവലിന് വേണ്ടിയാണ് ഞാൻ ആദ്യം നിന്നെ അപ്രോച്ച് ചെയ്തത്, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നിൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ അതിന് വേണ്ടി ഞാനെല്ലാം സോറി ചോദിക്കാം, നീ വേണമെങ്കിൽ ഇങ്ങനെ തല്ലിക്കോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയും, ശരി മാഡം അവിടെ നിൽക്കുക, നീ പറഞ്ഞില്ല ഇച്ചിരി നേരത്തെ എന്നെ എന്തോ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണെന്നോ അങ്ങനെ എന്താണ് പറഞ്ഞില്ല, അത് റിയൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് എന്തോ പറയണമെന്നില്ല കേട്ടോ. അവൾ അങ്ങനെ നിൽക്കുക. അപ്പോൾ അവൻ പറയണത് ശരി എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിൽ 2 തട്ട് നട്ടി അവളെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയണം, നിന്നെ സത്യം പറയാൻ സമ്മതിച്ചിട്ട് ആദ്യം ഞാൻ വിചാരിച്ചത് നീ ഭയങ്കര കൊടൂരനാണെന്നോ, ഇപ്പോഴാണ് മനസ്സിലായത് നിൻ്റെ ബ്രദർ നിന്നെ വളരെ വൃത്തിയായിട്ട് ബുള്ളി ചെയ്യുന്നുണ്ട്, നീ എന്താ ഇതിനൊന്ന് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്, എന്തുമായാലും അവൻ നമുക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കണം എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഓഫീസിൽ നമ്മുടെ ഹീറോയിനെ വന്നിട്ട് ഓഫീസിലുള്ള എംപ്ലോയീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹീറോയിൻ്റെ ബ്രദർ അങ്ങനെയല്ല, ചുമ്മാ ആവശ്യത്തിന് അനാവശ്യത്തിന് എല്ലാം ഈ എംപ്ലോയീസിനെ വഴക്ക് പറയും. മാത്രമല്ല ഇവന് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദറിന് തന്നെ ജോലി ചെയ്യാൻ അറിയത്തില്ല, എന്നിട്ട് പോലും അവരാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് മാത്രമല്ലാതെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേറൊരു പണിയും കൂടി ഒപ്പിച്ച് വയ്ക്കും. നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ ഉണ്ടല്ലോ, അവൻ്റെ ഓരോ നോക്കി
തട്ടിപ്പുകളൊക്കെ കാണുമല്ലോ ബിസിനസ്, അതുപോലെ അവൻ്റെ ബാഡ് ക്യാരക്ടേഴ്സ്, അതിനൊക്കെ നല്ല വൃത്തിയായിട്ട് പൊരിപ്പിച്ച് എഴുതിയിട്ട് ഓൺലൈൻ മാസികയിലൊക്കെ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവനത് ഭയങ്കര ഒരു മോശം പേരാവും. ഷെയർ ഹോൾഡേഴ്സ് എല്ലാം വിളിച്ചിട്ട് ഇവരുടെ ആ ഒരു കമ്പനിയുടെ ഷെയർസ് എല്ലാം വിഡ്രോ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയി കഴിയുന്ന സമയത്ത് ആകെ ഒരു പേര് ദോഷം എന്ന് വെച്ചാൽ ആർക്കാണ്? നമ്മുടെ ഹീറോയിൻ്റെ ബ്രദറിനാണ്. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ സത്യം പറഞ്ഞ ഹീറോയിൻ്റെ പ്ലാൻ ആട്ടോ. ഹീറോയിൻ്റെ പ്ലാൻ പ്രകാരം ചെയ്തെല്ലാം പക്കയായിട്ട് അവസാനിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ എൻട്രി. ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ വന്നപ്പോൾ എന്ത് ചെയ്തേ, ഇവൻ്റെ നെയിം പ്ലേറ്റ്, ഇവൻ്റെ സ്റ്റഫ്, എല്ലാ കാര്യങ്ങളും പുറത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് എങ്ങനെയാണോ കളഞ്ഞ സെയിം രീതിക്ക് നമ്മുടെ ഹീറോ വന്ന് ഹീറോയിൻ്റെ ബ്രദറിൻ്റെ സാധനങ്ങൾ എല്ലായിടത്തും വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഹീറോ അവിടെയുള്ള മറ്റ് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്ന ആൾക്കാരില്ലേ, അവരുടെ അടുത്ത് പറയണം, എനിക്ക് പഴയ ടേബിളൊന്നും വേണ്ട, എനിക്ക് വേണ്ടി പുതിയ ടേബിളോട് നിർത്ത്, എന്നാലേ ശരിയാകത്തുള്ളൂ. എന്നിട്ട് ബ്രദറിൻ്റെ അടുത്ത് പറയണം, നീയേ അബ്രോഡ് പോയിരിക്കുന്ന എനിക്ക് സെറ്റ് ആവും, നീ ഇവിടെ ഒന്നും എനിക്ക് സെറ്റ് ആവത്തില്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ ഹെൻറി കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ നേരെ വന്ന് സ്പ്രേ ഒക്കെ എടുത്തിട്ട് ഇവിടെ ചില ചീഞ്ഞ് നാറുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയി നിൽക്കുക. എന്നിട്ട് ബ്രദറിനോട് എന്ത് പറ്റി, പോകുന്നില്ലയോ, എന്തോ ആയി കയറി നിൽക്കുക, എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങാണ്ട് എൻജോയ് ചെയ്യാനങ്ങാണ്ട് ഹീറോയിനും കൂടി അവിടെ നിന്ന് പോകാം കേട്ടോ. ഇതാണെങ്കിൽ ഇവരൊരു ഗെയിമിംഗ് സെൻറ്ററിൽ ചെന്ന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വിളിക്കുക. ഹീറോയിൻ്റെ അമ്മ വിളിച്ചിട്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്കുറഞ്ഞു. ഇവൻ്റെ കാര്യമോ സിറ്റുവേഷനോ ഒന്നും ഹീറോയിൻ്റെ അമ്മയ്ക്ക് അറിയണ്ട, മൊത്തം അറിയേണ്ടത് ഹീറോയിൻ്റെ ബ്രദറിൻ്റെ കാര്യം. അവൻ എന്താ നീ നോക്കാൻ, അവന് നീ നല്ലപോലെ ഒരു മെൻറ്ററായി നിന്നിരുന്നെങ്കിൽ അവനിങ്ങനെ നാണം കണ്ട വല്ല ആവശ്യം വരുമായിരുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവനൊരു കാര്യം ചോദിക്കും, അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം അറിയാനൊന്നുമില്ല എന്നെ വിളിക്കുന്നത്, ആകെ അമ്മയ്ക്ക് അറിയുന്നത് ബ്രദറിൻ്റെ കാര്യമാണ്. ഇനിയാണെങ്കിൽ എൻ്റെ ലൈഫിൽ നിങ്ങളും വേണ്ട ബ്രദറും വേണ്ട. കാരണം എന്നറിയോ, ഇപ്പം എന്നെ കെയർ ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഫോൺ കട്ടിട്ട് പോകും. അപ്പോൾ ഹീറോയിൻ ഇവനെ നോക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവ പറഞ്ഞത് നമ്മുടെ ഹീറോയിനെ പറ്റിയാണ്. അപ്പം അത് മനസ്സിലാക്കി നോക്കുക. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനും പ്രണയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഹീറോയിൻ്റെ മൈൻഡ് വോയിസ് ആണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓന്തിനെ കണ്ടിട്ടുണ്ടോ? ഓന്ത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജീവജാലങ്ങളാണെങ്കിലും അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് അതിനനുസരിച്ചായിരിക്കും അവരുടെ ക്യാരക്ടറും. ഇതേപോലെയാണ് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം. ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റുള്ളവരെ പോലെ ഇവനും ഒരു മോശമായിരിക്കും, ഇവനെന്താ ഒരു ഓന്തിൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അടുത്ത് അറിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ്റെ റിയൽ ക്യാരക്ടർ എനിക്ക് മനസ്സിലാവാനായിട്ട് പറ്റി. ഇപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനാണ് എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ പറയാം. അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു ഓൺലൈൻ നോവൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓൺലൈൻ നോവൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുക കേട്ടോ. അപ്പോൾ അത് ഹിറ്റായതിൻ്റെ സെലിബ്രേഷൻ നമ്മുടെ ഹീറോ ആണെങ്കിൽ പോപ്പറൊക്കെ പൊട്ടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ആഘോഷിക്കുവാണ്. അപ്പോൾ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു നോവലൊക്കെ ഹിറ്റായല്ലോ. മാത്രമല്ല ഹീറോ വന്നിട്ട് നമ്മുടെ റിയൽ ഹീറോയിൻ്റെ ആ ഒരു ക്യാരക്ടറും കൂടിയല്ലോ. അപ്പോൾ ഹീറോ ചോദിക്കണം, ശരി എന്നെ വെച്ച് നീ നോവലൊക്കെ എഴുതി, എന്നാൽ എനിക്ക് പൈസയൊക്കെ തരാൻ പോകുന്നതിനെ ചോദിക്കുന്ന സമയത്ത് ഹീറോയിൻ പറയണം, അതൊക്കെ നിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കുന്നു പറയാം കേട്ടോ. അപ്പോൾ ഹീറോ പറയണം, അത് എൻ്റെ ഹൃദയം ഇച്ചിരി വേദനിക്കുന്നെന്നും പറഞ്ഞിട്ട് ഇവൻ പറയുവാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം വേണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കിസ് ചെയ്യുവാണ്. ഇതോടുകൂടി നമ്മുടെ ഈ മിനി മൂവിയുടെ അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.